അലക്സിന് എന്റെ ഫീലിംഗ്സ് മനസ്സിലാവില്ല. നാട് നിങ്ങളെ പന്ത് തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അത് നിന്റെ ഓളത്തരം കൊണ്ടല്ലേ? എന്ത് ഓളത്തരം? നിന്റെ അമ്മ ബാലു, പിന്നെ നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറിയവരല്ലോ നമ്മൾ. എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ? വേണ്ട, ജോലി പോയാലും ഞാൻ വിടില്ല. നീ നോക്കിക്കോ, എന്റെ പേര് നീ ആക്ഷൻ എടുത്താ DIG അല്ല അവിടെ തന്തേ വരെ ഞാൻ കോടതിക്കാൻ. അതിനാരും നടപടി എടുത്തില്ലല്ലോ. പിന്നെ നീ എന്ത് പുല്ല പറഞ്ഞു പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്തെന്ന്? മുഴുവൻ കേൾക്കാൻ ഇയാൾക്ക് ക്ഷമയില്ലല്ലോ. അപ്പോഴേക്ക് എക്സൈറ്റഡ് ആയില്ലേ? തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റും. പിന്നെ ഇവിടെ തന്നെ റൂറലിലും സിറ്റിയിലേക്ക്. അത് പണിഷ്മെന്റ് അല്ലല്ലോ. പിന്നെ ഇവിടെ ആവുമ്പം നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നെ സലാം ചെയ്ത് ജോലി ചെയ്തു. ഓ, നിന്നേക്കാൾ പരമനാറികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ ആറ് ജോലി ഒന്ന് മതി. വീട്ടിൽ വൈഫും കുട്ടിയും കാത്തിരിക്കും. എനിക്ക് പോകണം. കുട്ടിയെ വിട്, വൈഫെന്ന് പറ. കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും. അതെ, നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡ് ആണല്ലോടാ. ആണ്. ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണമില്ലടാ? നാറി ഇല്ല. അതൊരു സുഖമാണ്. അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും. ഞാൻ പറയാറില്ലേ, നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തയാട്ടവും വഴക്കും മാറ്റാൻ. നിർത്തടാ. ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ? ആശിച്ച പെണ്ണിനെ കിട്ടാത്തുള്ള വൈരാഗ്യമില്ല നിനക്ക്. അല്ല, എനിക്കറിയാൻ പാലു, കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളതുകൊണ്ടാ. എടാ, നീ എന്റെ മൂട് കളയും. വാ പോകാം. നീ വയ്ക്കോ, എനിക്കിതിനോട് കൂടി. ആ ബില്ല് വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും. ഇവിടെ ഒരു കോളേജിൽ ലെക്ചറാണ്. കണ്ടിരുന്നു? വേണ്ട, എനിക്കൊരു കഴിവറവളം കാണണ്ട. ആ, ഗുഡ് നൈറ്റ്. MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവം എനിക്കറിയാം. നിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രീഡ്? കേറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതില്ലേ രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല, ആളുകൾ തന്നെ സംശയവാസം എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുമെന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടി ആണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാർ അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ? പശ പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാട്ടും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല.